എനിക്ക് ഈ യാത്ര തുടർന്ന് നയിക്കാനുള്ള ആരോഗ്യവും സ്ഥിരത്വം കുറവാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കി ഈ പരിപാടി ആരംഭിച്ചതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സുദീർഘമായി നിങ്ങളോട് സംസാരിക്കും. ഞാൻ ഇതിൽ നിർബന്ധമായി ഭാഗവാക്കാവുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തി ഞാനല്ലാതെ ഇപ്പോൾ ആരും ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ആ സംഘടനയെ ചെറിയ നിലയിൽ നിങ്ങളെ മനസ്സിലാക്കി തരണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ്. കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ മാലിക് ദീനാറും അനുയായികളും വീണ്ടും പായക്കപ്പലിൽ കയറി മംഗലാപുരം ഭാഗത്തേക്ക് യാത്ര തുടങ്ങി. അങ്ങനെ കൊയിലാണ്ടിയിൽ എത്തിയപ്പോൾ അവിടെ ഇറങ്ങിയവർ വന്ന് കയറുന്നത് ഒരു വിശാലമായ പാറക്കല്ലിൻ്റെ മുകളിലാണ്. വന്നിറങ്ങിയ ഉടനെ വുളൂ ചെയ്ത് എല്ലാവരും സുന്നത്ത് നിസ്കരിക്കുന്നു. ഇത് ദൂരെ നിന്ന് ഒരു ഹിന്ദു സഹോദരൻ നോക്കിക്കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പേർ അപ്പു എന്നായിരുന്നു. അപ്പു ധാരാളം ഒരു പുതിയ കൂട്ടർ, നമ്മുടെ രാജ്യത്തൊന്നും ഇല്ലാത്ത ഒരു മുഖമാണല്ലോ ഇവരുടേത്. ഇവരാരാണ് എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും മനുഷ്യരാണല്ലോ. അതുകൊണ്ട് അവർക്ക് ഓരോ ഇളനീർ കൊടുക്കാം. ആ ഫാനൊന്ന് കൊടുത്തിട്ടാൽ എന്ന് തീരുമാനിച്ച് നല്ല ഇളനീർ പറിച്ച് ഇവരുടെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ഇതങ്ങോട്ട് കൊടുത്താൽ ഉടനെ വാങ്ങി കുടിക്കേണ്ട അവസരമാണ്. പക്ഷേ അവർ അന്വേഷിക്കുന്നു, നീ ആരാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെയുള്ള ഒരു ഹിന്ദു വർഗത്തിൽപ്പെട്ട ആളാണ്, അപ്പുവാണ്. ഈ ഇളനീർ നീ കട്ടുകൊണ്ടുവന്നതാണോ, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് പിടിച്ചു പറിച്ച് എടുത്തതാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, എൻ്റെ സ്വന്തം പറമ്പിൽ നിന്ന് ഞാൻ പറിച്ചു കൊണ്ടുവന്നത്. എന്താണ് നീ ഇത് കൊണ്ടുവരാൻ കാരണം? ഞങ്ങളെ കണ്ടപ്പോൾ പേടി തോന്നിയോ നിനക്ക്? വല്ല ഭയവും വന്നോ? അങ്ങനെ ഭയപ്പെട്ടിട്ടാണോ നീ കൊണ്ടുവരുന്നത്? അദ്ദേഹം പറയുന്നു, ഞാൻ അങ്ങനെ ഒന്നും കൊണ്ടുവന്നതല്ല. നിങ്ങളെ കണ്ടപ്പോൾ യാത്രക്കാർക്ക് വളരെ ദാഹവും
വിശപ്പുമൊക്കെ ഉണ്ടാകും. ഒരു ഇളനീര് കൊടുത്താൽ അതിൻ്റെ വെള്ളം കുടിക്കുകയും അതിൻ്റെ കാമ്പ് ഭക്ഷിക്കുകയും ചെയ്യാം എന്ന നിലക്ക് ഞാൻ പറിച്ചു കൊണ്ടുവന്നതാണ്, നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ അന്വേഷണവും നടത്തി ഇത് അനുവദനീയമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മഹാന്മാർ ഈ ഇളനീർ വാങ്ങി കുടിച്ചു. സഹോദരങ്ങളെ, ഇവരുടെ ഈ സൂക്ഷ്മത കണ്ട് ഈ അപ്പു എന്ന സഹോദരൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. കിട്ടുമ്പോഴേക്ക് വാങ്ങിയോട്ട് കുടിച്ചതല്ല. ഇത് ഹലാലാണോ ഹറാമാണോ, കട്ടതോ പിടിച്ച് പറിച്ചതോ ആണെങ്കിൽ ഹലാൽ ആകൂല, സ്വന്തമാണെങ്കിൽ ഹലാലാകും. അതുതന്നെ ഇവരെ കണ്ട് പേടിച്ചിട്ടാണെങ്കിൽ അത് ആദ്യം തീർക്കണം. ഞങ്ങൾ പേടിക്കേണ്ട ഒരു കൂട്ടരൊന്നുമല്ല, ഞങ്ങൾ ഇവിടെ യുദ്ധത്തിന് വന്നതും അല്ല. ഏതായാലും ആ സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. എന്തുകൊണ്ടാണ്? ആ മഹത്തുക്കളുടെ സൂക്ഷ്മത, ഞങ്ങൾ കുടിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന സൂക്ഷ്മത ഇത്രയും അധികം കണ്ടപ്പോൾ ഇവർ നല്ല മനുഷ്യന്മാരാണ് എന്ന് പറയുകയും ആ നല്ല മനുഷ്യരോടൊപ്പം ഞാനും ചേർന്നെങ്കിലോ എന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഇസ്ലാമായി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അജ്മീറിൽ ആനാസാഗർ എന്ന ഒരു വലിയ കുളം ഉണ്ട്. ആ കുളം കുഴിച്ചുണ്ടാക്കിയതല്ല. നമ്മുടെ ഇടുക്കിയിലെ ഡാം സെറ്റിൻ്റെ അടുത്തുള്ളതുപോലെ 3-4 മലകൾ, കുന്നുകൾ, അതിനിടക്ക് കല്ല് വെച്ച് കെട്ടി ഒരു കുളം പോലെ ആക്കിയെടുത്തതാണ്. മഴ പെയ്താൽ വെള്ളം പുറത്തു പോകില്ല. ഈ ആനാസാഗർ അജ്മീറിലെ എല്ലാ ജനങ്ങളും, മുസ്ലിമീങ്ങളും അല്ലാത്തവരും കുടിക്കുന്ന, കുളിക്കുന്ന, ഉപയോഗിക്കുന്ന വലിയ ഒരു കുളമാണ്, പ്രസിദ്ധപ്പെട്ടതാണ്. ഇപ്പോഴും അത് ഉണ്ട്. ഏതായാലും അങ്ങനെ വരീബിനവാദ് ഖാജ മഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു അജ്മീറിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കറാമത്തുകൾ, ആ കറാമത്ത് കണ്ടിട്ട് മുസ്ലിമായ കുറേ ആളുകളുമുണ്ട്. എന്താണ് കറാമത്ത്? വലിയ വലിയ രോഗികൾ, വെള്ളപ്പാണ്ട് രോഗം പിടിച്ച ആളുകൾ വന്ന് സങ്കടം പറയുമ്പോൾ ഒന്ന് മെല്ലെ തടകി, നിനക്ക് ആ രോഗം ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ആ രോഗം ശരിയായി പോകുന്നു. അതുപോലെ കുഷ്ഠവ്യാധിയും മറ്റ് പല മോശമായ രോഗങ്ങളുമുള്ള ആളുകൾ വരുമ്പോൾ ഒന്ന് ശരീരത്തിലേക്ക് ഊതിക്കൊടുക്കുകയോ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഊതി കുടിക്കാൻ കൊടുക്കുകയോ ചെയ്താൽ കുഷ്ഠവ്യാധിയുടെ രോഗം മാറുന്നു. ഇങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങൾ കണ്ട് കുറേയൊക്കെ മുസ്ലിമീങ്ങൾ അവിടെ അജ്മീറിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം അവിടുത്തെ നാട്ടുരാജാവ് പൃഥ്വിരാജൻ എന്ന് പറയുന്ന ആൾ ഒരു ഓർഡർ ഇടുന്നു, ഒരൊറ്റ മുസ്ലിമും നമ്മൾ കുളത്തിൽ നിന്ന് ഇനിമേൽ വെള്ളമെടുക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല. ഈ വിവരം ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളോട് വന്ന് പറഞ്ഞു. ജനങ്ങൾ, നമ്മളെ രാജാവ് ഇങ്ങനെ പറയുന്നുള്ളൂ, നമ്മളെന്ത് വേണം? അതിനെ എതിർക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ സ്വീകരിക്കുകയാണോ വേണ്ടത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, രാജാവല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കാം. നമുക്ക് വെള്ളം അല്ലാഹു തആല വരെ തരും, നമ്മൾ സ്വീകരിക്കുക.
ഒരു കൂസ് വെള്ളം, ഒരു പാത്രം വെള്ളം നമുക്ക് തരുമോ എന്ന് ചോദിച്ച് അത് സമ്മതിച്ചാൽ ആ കൂതിരെ വെള്ളം മുക്കി എൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്നും പറഞ്ഞു. സഹോദരങ്ങളെ, ഇതേ പ്രകാരം ഒരു കൂത്ത് വെള്ളം ഹാജാ തങ്ങളുടെ സന്നിധാനത്തിൽ കൊണ്ടുപോയി വെച്ചു. നാളെ മുതൽ ഒരൊറ്റ മുസ്ലിമും ആ കിലോമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുളത്തിൽ നിന്ന് എടുക്കുകയില്ല എന്ന് എല്ലാ മുസ്ലിമുകളും തീരുമാനിക്കുകയും ചെയ്തു. നേരം വെളുത്ത് പിറ്റേ ദിവസം നേരം വെളുത്ത് നോക്കിയപ്പോൾ ആ കുളത്തിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഉണങ്ങിപ്പോയിരിക്കുന്നു, വറ്റിപ്പോയിരിക്കുന്നു. ഇത് മറച്ചു വെക്കാൻ പറ്റിയ ചരിത്രമല്ലല്ലോ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായ ചരിത്രമാണ്. അത് സാക്ഷിയായി തെളിവുകളായി പല രേഖയും നമ്മുടെ കൈവശം ഉണ്ട്. ഹാജാ തങ്ങൾ പറഞ്ഞു, വെള്ളം പറ്റി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഓടി വന്ന് ഹാജയുടെ അടുത്ത് വീണ് മാപ്പ് ചെയ്യണം. ഇനി ഇന്നു മുതൽ മുസ്ലിമിനും അമുസ്ലിമിനും എല്ലാവർക്കും ഇതിൽ സമാവകാശമാണ് ഉള്ളത്. അതുകൊണ്ട് വെള്ളം ഞങ്ങൾക്ക് മടക്കിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കൂത്ത് വെള്ളം, പാത്രം വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിച്ചു. ഉണങ്ങി വറ്റിപ്പോയ ആ കുളം വീണ്ടും പഴയതുപോലെ വെള്ളം ഉണ്ടായി. അവിടുത്തെ കറാമത്ത് കൊണ്ട് ഒരു അസാധാരണ സംഭവം അവിടെ ഉണ്ടായി നടന്ന് അന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ഒരു സന്യാസിയാണ്. അയാൾ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതൊരു സാധാരണ മനുഷ്യന് കഴിയുന്ന ഒന്നല്ല. ഇതെന്തോ ഒരു അത്ഭുത സംഭവം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ കലിമത്ത് തൗഹീദ് മനസ്സിലാക്കുകയും അത് അറിയുന്ന ആളുകളെ അടുക്കൽ ചെന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം അങ്ങനെ ചില ഔലിയാക്കളുടെയും മഹാത്മാക്കളുടെയും കറാമത്ത് കൊണ്ട് സ്വന്തം ചിന്തിച്ച് ഇസ്ലാമിലേക്ക് വന്നതല്ലാതെ ഇവിടെ ആരെയും അടിച്ചമർത്തി മുസ്ലിമാക്കിയിട്ടില്ല. അതാണ് ലോകത്തിൻ്റെ ചരിത്രം. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. തങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തായ കാരണത്താൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അങ്ങനെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അവിടുന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തുൽ ലിൽ ആലമീനായ കാരണം കൊണ്ട് ഈ ലോക ജനതയോട് തങ്ങൾ വളരെ വിനയം കാണിച്ചു. വിനയത്തോടുകൂടി അവരുമായി ബന്ധപ്പെട്ടു. അതിനാൽ ധാരാളം മുസ്ലിംകൾ ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ വന്നിട്ട് മുസ്ലിംകളായി തീർന്നു. വലൗ കുന്ത ഫള്ളൻ ഗലീദൽ ഖൽബി, തങ്ങളെങ്ങാനും ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ കടുകടുത്ത സംസാരമുള്ള ആളോ ആയിരുന്നുവെങ്കിൽ എല്ലാവരും അകന്നു പോകുമായിരുന്നു. ഒരൊറ്റ കുട്ടിയെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല. അങ്ങയുടെ സ്വഭാവം, അങ്ങയുടെ സഹിഷ്ണുത, വിനയത്വം, ഇതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതാണ് ആ വിനയവും സ്വഭാവവും
ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചു കൊടുക്കലാണ് നമ്മുടെ ഇതുപോലുള്ള യാത്രയുടെ ലക്ഷ്യമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് സ്റ്റേജ് ഒഴിഞ്ഞു കൊടുത്ത് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. പല സംഭവങ്ങളും ഈ തൃശ്ശൂർ ജില്ലക്കാർക്ക് ഇവിടെ കഴിഞ്ഞുപോയ വലിയ വലിയ ആലിമ്യങ്ങളെയും സയ്യിദന്മാരുടെയും ചരിത്രം പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ഏത് ജാതി മതക്കാരനാണെങ്കിലും അവരുടെ മേൽ കയ്യേറ്റം ചെയ്യാതെ സൽസ്വഭാവത്തിലൂടെ ജീവിക്കുന്നതിൻ്റെ പേരിൽ അല്ലാഹു തആല ഹിദായത്ത് കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഹിദായത്തിലേക്ക് വരും എന്നല്ലാതെ നാം അടിച്ചേൽപ്പിക്കുന്ന യാതൊരു വഴിയും ഇല്ല എന്ന് മാത്രം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ സംഘടനാ ശക്തിയും പ്രവർത്തനവും ദീനിനു വേണ്ടി ഉപയോഗിക്കാൻ നീ തൗഫീഖ് ചെയ്യണം അല്ലാഹ്.